ഗുഡ് ഈവനിങ് സ്റ്റുഡൻറ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യോളജിയുടെ 19ാമത്തെ ചാപ്റ്ററായ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്, സാമൂഹ്യവൽക്കരണം ഒരു പഠന പ്രക്രിയ എന്ന നിലയിൽ എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. 19ാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ മലയാളം ഗൈഡിലാണെങ്കിൽ 145ാമത്തെ പേജിലും, ദെൻ ഇംഗ്ലീഷ് ടെസ്റ്റിലാണെങ്കിൽ 266ാമത്തെ പേജിലുമാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുന്നില്ലേ? ഒരു റിപ്ലൈ ഒന്നുമില്ലല്ലോ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് 19ാമത്തെ ചാപ്റ്റർ സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി, നമുക്കറിയാം ഒരു കുട്ടി എന്നെടുക്കാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് അവൻ സ്വന്തം പ്രയത്നം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം അവൻ കണ്ടുപഠിക്കുകയോ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവൻ പല രീതിയിലും അവനെ ഒരു
വാർത്തെടുക്കുക. ഒരു സമൂഹത്തിലേക്ക് മൂല്യങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം പഠിപ്പിച്ച്, നമ്മൾ പറയില്ലേ, ഒരു സാമൂഹ്യ ജീവിയായി ആ വ്യക്തിയെ വാർത്തെടുക്കുക. ഒരു സമൂഹത്തിലേക്ക് എങ്ങനെ അവൻ പെരുമാറണം, എങ്ങനെ അവൻ ആളാവണം എന്നൊക്കെ ഉള്ളത് അവനെ വാർത്തെടുക്കുന്ന, ഒരു സാമൂഹ്യ ജീവിയായി വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഇന്ന് സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യലൈസേഷൻ ഈസ് എ കോംപ്രിഹെൻസീവ് ആൻഡ് എൻഡ്ലെസ് പ്രോസസ് വിച്ച് ഈസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ സങ്കീർണമായിട്ട് അല്ലെങ്കിൽ തീരാത്ത ഒരു പ്രക്രിയയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അവന്റെ ജീവിതത്തിൽ മുഴുവൻ നടക്കുന്ന, അത് ലൈഫ് ലോങ് ആണ്, ലൈഫ് പ്രോസസ് ആണ് അവനെ ഒരു സമൂഹ ജീവിയായിട്ട് മാറ്റുന്നത്. ഈവൻ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാരക്ടർ പോലും, മോഗ്ലി, ടാഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്. ഇവരെങ്ങനെയാണ്? ഇവര് മനുഷ്യരെ പോലെയല്ല പെരുമാറിയിരുന്നത്, അല്ലെ? ഇവര് ജനിച്ച് വളർന്ന് കണ്ടുവരുന്ന ആ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് അവരുടെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അതിന്റെ പ്രകൃതിയായിരുന്നു അവന്റെ അറ്റ്മോസ്ഫിയർ ആയിട്ട് കണ്ടത്. അപ്പൊ അവിടെ ചെയ്യുന്ന ആൾക്കാരുടെ പോലെയാണ് ഏത് ടാഴ്സൺ, കുരങ്ങിനെ പോലെ, അല്ലെ? കിങ് കോങ്, അല്ലെ, ഗൊറില്ലകളുടെ ഒക്കെ പോലെയാണ് അവൻ പെരുമാറിയിരുന്നത്, ഭക്ഷണം കഴിച്ചിരുന്നത്. മനുഷ്യരെങ്ങനെയാ ചെയ്യുന്നത്, സംസാരിക്കുന്നതും നടക്കുന്നതൊന്നും അവൻ അറിയില്ലായിരുന്നു, അല്ലെ? അപ്പൊ അവൻ ഏത് സമൂഹത്തിൽ ജീവിക്കണം എന്ന് അവനെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സാമൂഹ്യവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മോഗ്ലി ആയാലും ടാഴ്സൺ ആയാലും ഈവൻ ഏത് അറ്റ്മോസ്ഫിയറിലേക്ക് അവന്റെ ജീവിതം വാർത്തെടുക്കുക, ഒരു സാമൂഹ്യ ജീവിയായിട്ട് വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? 145 പേജില്, ഗൈഡില് 145 പേജില് വാട്ട് ഈസ് എ സോഷ്യലൈസേഷൻ എന്താണെന്ന് പറയേണ്ടത്. അതായത് സാമൂഹ്യ ജീവിയായി വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയ ആണ് നമ്മൾ സാമൂഹ്യവൽക്കരണം, സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തി ഗ്രൂപ്പിന്റെ മാനദണ്ഡങ്ങളായി പൊരുത്തപ്പെടുകയും എന്ന പ്രക്രിയ, അതായത് അവിടുത്തെ മാനദണ്ഡങ്ങളുമായിട്ട്, വാല്യൂസും മൂല്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സോഷ്യലൈസേഷൻ നടക്കുമ്പോൾ ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക്, ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ, സോഷ്യലൈസേഷൻ പ്രോസസ് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ അസിമിലേഷൻ എന്ന് പറയും. അതായത് ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹമാണ് കേട്ടോ അവിടെ മാറുകയാണെങ്കിൽ അതിനെ അസിമിലേഷൻ, സ്വാംശീകരണം എന്ന് പറയും. അതുപോലെ തന്നെ എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷൻ, അതായത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. സംസ്കാരമോ അല്ലെങ്കിൽ പഠനമോ എന്ത് പാറ്റേൺ ആയിക്കോട്ടെ, എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ തലമുറകളായിട്ട് കൈമാറി കൊടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട രണ്ട് വേർഡാണ്, അസിമിലേഷനും എൻകൾച്ചറേഷനും. അതായത് സാംസ്കാരിക വശങ്ങൾ, അത് നമ്മുടെ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് മാറ്റുന്ന പ്രക്രിയയെ എൻകൾച്ചറേഷൻ എന്നും, ഇപ്പൊ ഒരു സംസ്കാരത്തിന്റെ ഒരു വശങ്ങള് ഒരു സൊസൈറ്റിയിൽ നിന്നും, ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ അസിമിലേഷൻ, സ്വാംശീകരണം എന്നും പറയുന്നു. ക്ലിയർ ആയോ? ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റിലുണ്ട്, 266 പേജിൽ അസിമിലേഷനും എൻകൾച്ചറേഷനും എന്താണ്, ഇതൊരു മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു അധ്യായം അത്ര മോർ ഇമ്പോർട്ടന്റ് അല്ല. ഇതിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറച്ച് നിർവാഹകര്, ഏജൻസുകൾ വേണം. അതായത് സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടക്കുന്നത് തനിച്ചല്ല നടക്കണം. മനുഷ്യന്റെ ഉള്ളിലേക്ക് ഓരോ കാര്യങ്ങളും നമ്മളെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് തനിച്ചല്ല. അത് കുറെ ആൾക്കാരുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുക. അങ്ങനെ നൽകുന്ന ആൾക്കാർ, നിർവാഹകര്, ഏജൻസുകൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ. ടിക്കിട്ട് വെച്ച് എസ് ആയിട്ട് ഈ ഒരു ചോദ്യം മിക്കവട്ടം ചോദിക്കണം കണ്ടിട്ടുണ്ട്. മലയാളം ഗൈഡിലാണെങ്കിൽ 146 പേജിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ, 7ാമത്തെ അല്ല,
147ാമത്തെ പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് 147ാമത്തെ പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്ക്രൈബ് ദി വേരിയസ് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്. ദെൻ നിങ്ങളുടെ ഗൈഡിൽ അതാണെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റിൽ 268ാമത്തെ പേജിൽ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാമൂഹ്യവൽക്കരണ പ്രക്രിയ, ഒരു കുട്ടി തനിച്ച് എന്തായാലും ഓരോ കാര്യങ്ങൾ പഠിക്കില്ല. അപ്പൊ അവൻ പഠിപ്പിക്കുന്ന, അവനെ ലേൺ ചെയ്യിപ്പിക്കുന്ന ഏജന്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഏജന്റ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്, കുടുംബം തന്നെയാണ്. കുടുംബത്തിൽ നിന്നാണ് അവൻ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏത്? ഫാമിലി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കുടുംബമാണ് അതിൽ ഏറ്റവും നിർവാഹകരായിട്ട് പങ്കുവയ്ക്കുന്നത്. അറിയാം, കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ആദ്യമായിട്ടുള്ള നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഈവൻ നമ്മൾ പറയുന്ന ഭാഷ, സ്നേഹം, അഫെക്ഷൻ, ഇമോഷണൽ ബേസിസുകളായിട്ടുള്ള എല്ലാ വികാരങ്ങളും, നമ്മുടെ സംസ്കാരത്തിന്റെ എല്ലാ മൂല്യങ്ങളും, അതുപോലെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്നതും, ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നതും നമ്മളെ ഒരു സാമൂഹ്യ ജീവിയായിട്ട് പെരുമാറുന്നതിലും സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞ ഘടകം ഒരു അവിഭാജ്യമാണ്. അതുവരെ നമ്മളെ ചെയ്യുന്നത് ഫാമിലി ആണ്. ഫാമിലിയാണ് ശരിക്കും ഒരു കുട്ടിയെ, അല്ലെങ്കിൽ കുടുംബം പരിസരവുമാണ് ഒരു കുട്ടിയെ ശരിക്കും സാമൂഹ്യവൽക്കരണം പെടുന്നത്. ഈവൻ നമുക്കറിയാം, ഇവിടെ ഉള്ള ലോകത്തുള്ള എല്ലാ ക്രിമിനൽസും ജനിക്കുന്ന കുട്ടികളൊന്നും ക്രിമിനൽ ആയിട്ട് ജനിക്കുന്നതല്ല. അവന്റെ സാഹചര്യമാണ്, അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആവാം, അല്ലെ? അത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നല്ല കുടുംബത്തിലൂടെയാണ് ഒരു കുട്ടി നല്ല ക്രിയേറ്റ് ചെയ്ത് ഒരു സമൂഹത്തിൽ ഒരു നല്ല പുരുഷന് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ കുടുംബമാണ് ആദ്യത്തെ ഏജന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ദെൻ രണ്ടാമത്തെ ഏജന്റ് എന്ന് പറയുന്നത് നൈബർഹുഡ് ആണ്, അയൽവാസികളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. നിങ്ങളുടെ ടെസ്റ്റിൽ നൈബർഹുഡ് എന്നാണ്, ഗൈഡിൽ പിയർ ഗ്രൂപ്പ്സ് എന്നൊക്കെ ഉണ്ട് കേട്ടോ. ചാപ്റ്റർ 19 പേജ് നമ്പർ 269, മലയാളം ഗൈഡിലാണെങ്കിൽ 147ാമത്തെ പേജ്, ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ടെസ്റ്റില് 269ാമത്തെ പേജിലുണ്ട്. നൈബർഹുഡ് ആണ് രണ്ടാമത്തെ ഏജന്റ് ആയിട്ട് കിടക്കുന്നത്. നൈബർഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽവാസികളാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി തൊട്ടടുത്തുള്ള ആൾക്കാർ. നമുക്കറിയാം, നമ്മളെ ആക്കി മാറ്റുന്നതും ഒരു ഭാഗം ആണ് അയൽവാസികൾ എന്ന് പറയുന്നത്, അല്ലെ? അയൽവാസികളിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരു ഇന്റർഡിപെൻഡൻസ് ആണ്. പരസ്പര ആശ്രിതത്വം നമ്മുടെ ഉള്ളിൽ വളർത്തുന്നത് ഈ അയൽവാസികളിൽ നിന്നാണ്. ഇന്റർഡിപെൻഡൻസ് ആൻഡ് ഇന്റർ റിലേഷൻസ്, പരസ്പര ബന്ധം കൂടുതലാക്കുന്നത്, അല്ലെ? നമുക്കറിയാം, ഇന്റർഡിപെൻഡൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അയൽവാസികൾ. പിന്നെ ഈ അയൽവാസികൾ നമ്മളിലെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഒരു ഓർഡർലി ബിഹേവിയർ, അങ്ങനത്തെ. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കുറെ കഴിവുകളും ഈ സമൂഹത്തിൽ തൊട്ടടുത്തുള്ള നൈബേഴ്സ് പിയർ ഗ്രൂപ്പ്സുകളൊക്കെ നമ്മളിലുള്ളിൽ കണ്ടെത്തി വെക്കാണ്ട്. അപ്പൊ രണ്ടാമത്തെ ഏജന്റ് എന്ന് പറയുന്നത് നൈബർഹുഡ് ആണ്. ദെൻ മൂന്നാമത്തെയാണത് സ്കൂൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ അടുത്ത ഏജന്റ് ആയിട്ട് പറയുന്നത്. നമുക്കറിയാം, സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് എന്ത് നൽകുന്നത്? അറിവ്, നോളജ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? പിന്നെ നമ്മുടെ ഉള്ളിലുള്ള സെർട്ടൈൻ ക്വാളിറ്റീസുകളുണ്ട്, അല്ലെങ്കിൽ സെർട്ടൈൻ സ്കിൽസുകളുണ്ട്. സ്കിൽ എന്ന് പറഞ്ഞാൽ നൈപുണ്യം. നമുക്കറിയാം, ഓരോ സ്കൂളിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സ്പോർട്സുകളുണ്ട്, ഇല്ലേ? ഇതൊക്കെ എന്തിനാണ്? എല്ലാ കുട്ടികൾക്കും അറിവ് മാത്രമല്ല അറിയാം, ബാക്കി അവന്റെ പുറമെയുള്ള കഴിവുകളുണ്ടല്ലോ, സ്കിൽസുകൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വർക്ക് എക്സ്പീരിയൻസുകൾ, സ്പോർട്സ്, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു വ്യക്തിയെ അവന്റെ മോറൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. അതിലുപരി അവന്റെ ഉള്ളിലുള്ള ഇൻസൈറ്റ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽസുകൾ, നൈപുണ്യങ്ങൾ ഡിസ്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് സ്കൂളുകളാണ്. വീടുകളിൽ നിന്നൊക്കെ ഉപരി അത് കൊണ്ടുവരാ നമ്മുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ നിന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഏജന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഔപചാരികമായിട്ടുള്ള കുറെ പഠനം നൽകുന്നതിലുപരി ഈ കാര്യങ്ങളും അവിടെ നൽകുന്നുണ്ട്. ദെൻ നിങ്ങളുടെ ടെസ്റ്റിൽ പിന്നെ പറയണത് സൊസൈറ്റിയാണ്, സമൂഹമാണ് നമ്മുടെ ഉള്ളിൽ
സാമൂഹ്യവൽക്കരണം നടത്തുന്ന ഏജന്റ് ആയിട്ട്. സമൂഹം അറിയാൻ നമുക്കറിയാം, സമൂഹം നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്നത് എന്തൊക്കെയാണ്? കുറേ നിയമങ്ങളും നിയമ നടപടികളുമാണ്. ഇത് എന്തിനാണ്? ഒരു നല്ല സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു നല്ല അച്ചടക്കമുള്ള അല്ലെങ്കിൽ നല്ല അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സൊസൈറ്റി എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നോംസ് ആൻഡ് വാല്യൂസ് ഇതൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ സൊസൈറ്റി നമ്മുടെ ഉള്ളിൽ നമ്മൾ വാർത്തെടുക്കുകയാണ് ഏതൊരു സോഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഫലമായിട്ട് ഒരു നല്ല വ്യക്തിത്വമാക്കി, നല്ല പേഴ്സണാലിറ്റി ആക്കി വരുന്ന ആൾക്കാർ. ദെൻ ലാസ്റ്റത്തെ എന്താണ്? റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് മലയാളം ഗൈഡിലില്ല, ഇത് ഇംഗ്ലീഷ് ടെസ്റ്റിലേ ഉള്ളൂ. 270 പേജിൽ കേട്ടോ, 270 പേജിലാണ് ഇത് ഉള്ളത്. റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ് അടുത്ത ഏജന്റ് ആയിട്ട്. നമുക്കറിയാം റിവാർഡ് എന്തിനെ കൊടുക്കുന്നത്? ഒരു വ്യക്തിക്ക് പ്രോത്സാഹനമാണ്. ഏത്? നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനമായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ പണിഷ്മെന്റ് അറിയാം, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മളെ മാറ്റാണ്, ആ ഒരു പ്രക്രിയയിൽ നിന്നും പിന്തിരിപ്പിക്കലാണ് ഏത്? പണിഷ്മെന്റ്. അപ്പൊ ഈ റിവാർഡും പണിഷ്മെന്റും ഏത്? സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഏജൻസുകൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണിച്ചു തരാം. സോഷ്യലൈസേഷന്റെ കാണുന്നുണ്ട്, നിങ്ങളുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട് അത്, എന്നാലും ഒന്നുകൂടി പറയാണ് ഞാൻ. ഈ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ നടക്കുമ്പോൾ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത്. അതായത് മെക്കാനിസം സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഗ്രോയിങ് അപ്പ് ആൻ ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുക എന്ന പ്രക്രിയയാണ് നമ്മൾ സോഷ്യലൈസേഷൻ. എങ്ങനെയൊക്കെയാ? ലേണിംഗ് ടു ഗ്രോ, ലീഡ്, പാർട്ടിസിപ്പേറ്റ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് സൊസൈറ്റി. എങ്ങനെയാണ് അവന് വലുതാക്കുക, ജീവിക്കുക, അവൻ അതിലേക്ക് പങ്കെടുക്കുക, എല്ലാ പ്രവർത്തനങ്ങളും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സൊസൈറ്റിയിൽ. അതിലെ ഏജന്റുകളാണ് ഫാമിലി, നൈബർഹുഡ്, പിയർ ഗ്രൂപ്പ്, സ്കൂൾസുകൾ. ഇനി ഇവിടെ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു ഏജന്റുകൾ ഉണ്ടെങ്കിലും എലിമെന്റ്സുകൾ വേണം. ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ് നടക്കുക? ഒന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എലിമെന്റ്സ് ഉണ്ടാവണം, ദെൻ റോൾ എക്സ്പെക്ടേഷൻ ഉണ്ടാവണം, റോൾ പെർഫോമൻസ് ഉണ്ടാവണം, ദെൻ അടുത്തതാണ് കൾച്ചർ ആണ് കേട്ടോ മക്കളത്. കൾച്ചർ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഏത് ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ ഏജൻസുകൾ നടക്കും. അതായത് ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയ നല്ല രീതിയിൽ നടക്കാൻ പ്രധാനപ്പെട്ട ഏജന്റ്. മറക്കണ്ട, ഈ 4 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാ. കമ്മ്യൂണിക്കേഷൻ, റോൾ എക്സ്പെക്ടേഷൻ, റോൾ പെർഫോമൻസ്, കൾച്ചർ. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ്. ഇത് അവിഭാജ്യ ഘടകം എന്ന് പറയാൻ കാരണം എലിമെന്റ്സുകളാണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഏത് സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുള്ളൂ. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. വേറെ അധികം ഒന്നും ഈ ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട. ഇത് ഈ അധ്യായത്തിൽ ഈ ഒരു ചോദ്യമാണ്, ഏത് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അത് നല്ലവണ്ണം പഠിക്കാം. പിന്നീട് ഈ അധ്യായത്തിലെ വൺ വേർഡുകളൊക്കെ ഒന്ന് നോക്കാം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ ഒരു അധ്യായം ക്ലിയർ ആയോ എന്നാ ചോദിച്ചത്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഓക്കെ, ക്ലിയർ ആയി. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്ഷണൽ മൊഡ്യൂളാണ് എടുക്കുന്നത്. കാരണം ഇനിയത്തെ ഒരു മൊഡ്യൂൾ 6 ചാപ്റ്റർ, ഇനിയത്തെ ഒരു 6 ചാപ്റ്റേഴ്സ്, അതായത് ഇനി നമുക്ക് എടുക്കാനുള്ളത് 4 to 5 എന്ന് പറഞ്ഞ് ഈ ഒരു പുസ്തകത്തിലെ 4ാമത്തെ മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
അതിലൊരു 6 ചാപ്റ്റർ. ആ ചാപ്റ്റർ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ വൺ വേർഡുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കണം. കാരണം ഈ ഒരു അധ്യായത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇത്രയും അധ്യായം ഉണ്ടല്ലോ, ഇത്രയും ഒരു അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഒരു 29 മാർക്കോളം എക്സാമിന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതിലെ ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ ആൻഡ് റൂറൽ, കാസ്റ്റ് സിസ്റ്റം, മേജർ റിലീജിയസ് ഇൻ ഇന്ത്യ, community in India, major social problem of scheduled caste and scheduled tribes, problem of other differences. ആ അവിടെ നിന്നൊട്ടുള്ള ഭാഗം മാത്രം നമുക്ക് മതി. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് വേണ്ട. ഇത് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് റിവിഷൻ ക്ലാസ് പോലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ നമുക്കൊരു 24 മാർക്കാണ് എക്സാമിന് ചോദിക്കാറ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഇവിടെ ശ്രദ്ധിച്ച്, ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 15 മാർക്കാണ് കിട്ടുക. ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് 15 മാർക്കാണ് കിട്ടുക. ഈ 15 മാർക്ക് കിട്ടുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഒന്ന് സ്റ്റാറ്റസ് ഓഫ് വുമൺ ആൻഡ് കൾച്ചർ. ഇങ്ങനെ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും 2 ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കുന്നത് സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ്, ദ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സും ജെൻഡർ ഡിസ്ക്രിമിനേഷനും എന്ന് പറഞ്ഞ ഒരു അധ്യായം മാത്രമാണ് ഉള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, കാണാം. മൊഡ്യൂൾ 3 ഏതൊക്കെ ചാപ്റ്റർ ആണ്? മൊഡ്യൂൾ 3 17, 18, 19 ഇത്രയും അധ്യായം പഠിച്ചാൽ മതി. അതിൽ 3 അധ്യായമുള്ളൂ. ആകെ ഒരു 12 മാർക്കാണ് അതിൽ 12 മാർക്കാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. കാരണം വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ഇപ്പൊ പറഞ്ഞതിന്റെ പേജ് ഗൈഡില് ഏതിന്റെയാണ്? ഗൈഡില് ഞാൻ പറയാം. ഗൈഡില് ഇപ്പൊ നിങ്ങൾ ഉണ്ടല്ലോ, 2ാമത്തെ പേജ് ഒന്ന് നോക്കിയേ. ഗൈഡില് 2ാമത്തെ പേജിൽ ഓപ്ഷൻ മൊഡ്യൂൾ 5A സ്റ്റാറ്റസ് ഓഫ് വുമൺ, ഓപ്ഷൻ മൊഡ്യൂൾ 5B കൾച്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഭാഗമുണ്ട്. ഈ 2 ഭാഗം നമുക്ക് പഠിക്കേണ്ട. 32A അല്ലെങ്കിൽ 32Bയോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കാറുള്ളത് സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എയിലെ 2 ചാപ്റ്റേഴ്സാണ്. 32, അതായത് 32A, 33A ഹിസ്റ്റോറിക്കൽ ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഈ 2 അധ്യായമാണ് നമ്മൾ എടുക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ 2 ഓപ്ഷനിൽ കാണാം. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നതിൽ അതാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കെടുത്ത് കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ, ഓപ്ഷൻ മൊഡ്യൂൾ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇവിടെ ഈ ചോദ്യം നമ്പർ 41 എന്ന് പറഞ്ഞിട്ട് 15 മാർക്കോളം ഇങ്ങനെ ചോദ്യങ്ങൾ, വൺ വേർഡ്, അതുപോലെ തന്നെ ഒരു എസ്സേ, അങ്ങനത്തെ കുറച്ച് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഇതേ കണ്ടോ, സ്റ്റാറ്റസ് ഓഫ് വുമൺ 41A. അവിടെ തന്നെ അടിയിലും നിങ്ങൾക്ക് അതൊരു ചോദ്യം അവിടെ കാണാം. വീണ്ടും കണ്ടോ 41, വീണ്ടും 41 എന്ന് പറഞ്ഞിട്ട് കൾച്ചർ എന്ന് പറഞ്ഞ ഭാഗവും കാണാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ഭാഗവും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നെങ്കിൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞ ഭാഗം അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞ ഭാഗം അറ്റംപ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കാറ് സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞ ഭാഗമാണ് ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ സുഖമാണ്. പിന്നെ കൾച്ചർ എന്ന് പറഞ്ഞ ഭാഗം ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എഴുതാൻ പറ്റണതാണ്. ചില കുട്ടികൾ ചോദ്യം വായിച്ചു നോക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യം നല്ലത് കിട്ടണത് ഇന്ത്യൻ കൾച്ചറിലാണെന്ന് വെച്ചാൽ അത് മാത്രം അറ്റംപ്റ്റ് ചെയ്യും. ചില കുട്ടികൾ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞ ഭാഗമാണ് കൂടുതൽ അവർക്ക് കിട്ടാറ്. അപ്പൊ ആ ഭാഗം അവര് അറ്റംപ്റ്റ് ചെയ്യാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അനുസരിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ എടുക്കുന്നത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അറ്റംപ്റ്റ് ചെയ്ത് മതി എന്നാണ് ഞാൻ ഇവിടെ പറയണത്.
ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ തന്നെ ചോദിച്ചോ. മൊഡ്യൂൾ 3 ഒന്ന് പറയോ? മൊഡ്യൂൾ 3 17, 18, 19. 17, 18, 19 ഒന്നുകൂടി പറയണം. ഓക്കെ. അതായത് മൊഡ്യൂൾ 3 ആണ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തത്. 17ാമത്തെ ചാപ്റ്റർ. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. അതായത് മൊഡ്യൂൾ 3 ഇപ്പൊ കംപ്ലീറ്റ് ആയി. അതിൽ നമ്മൾ 17ാമത്തെയും 18ാമത്തെയും 19ാമത്തെ ചാപ്റ്റർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി പഠിക്കാനുള്ളത് മൊഡ്യൂൾ 4 ആണ്. അത് ഇപ്പൊ പഠിക്കുന്നില്ല. എക്സാം നിങ്ങളുടെ കഴിഞ്ഞിട്ട്, മോഡൽ എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ക്ലാസ്സുകളിലാണ് ഒറ്റയടിക്ക് 2 ക്ലാസ് കൊണ്ട്. സോഷ്യൽ കൺട്രോൾ വേണ്ട മൊഡ്യൂൾ വേണ്ട. കാരണം അത് വേണം, പക്ഷെ അത് ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞോളാം. മോർ ഇമ്പോർട്ടന്റ് അല്ല. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മോർ ഇമ്പോർട്ടന്റ് ആയുള്ള ചാപ്റ്റേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തത്. ഇനി മൊഡ്യൂൾ 4 എടുക്കേണ്ടത്. അതില് 26ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ തൊട്ടാണ് 31ാമത്തെ ചാപ്റ്റർ വരെ. കാസ്റ്റ് സിസ്റ്റം, മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റി, മേജർ സോഷ്യൽ പ്രോബ്ലം ഓഫ് ഇന്ത്യ, പ്രോബ്ലം ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ, പ്രോബ്ലം ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻ. ഇത്രയുമാണ് പഠിക്കേണ്ടത്. അത് അവിടെ നിർത്തിയിട്ട് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. ഓപ്ഷണൽ മൊഡ്യൂളിൽ 2 ഓപ്ഷൻ ഉണ്ട്. സ്റ്റാറ്റസ് ഓഫ് വുമണും അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറും. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലും 2 ഭാഗമായിട്ട് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ കാണാം. നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്. അതിലെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് ചോദ്യം വായിച്ചിട്ട് ഒന്നും കിട്ടില്ല, ഇന്ത്യൻ കൾച്ചറിലെ ഭാഗം എനിക്ക് ചോദ്യം കണ്ടപ്പോ മനസ്സിലായി, അതാണ് എനിക്ക് എഴുതാൻ തോന്നിച്ചാൽ അത് എഴുതിയാലും മതി. 2 എണ്ണം ഒരുമിച്ച് എഴുതണ്ട, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി എന്നാണ് പറയണത്. ഓപ്ഷണൽ മൊഡ്യൂളില് 32A, 33A ഇതാണ് ഇപ്പൊ എടുക്കുന്നത്. ക്ലിയർ ആയോ? പേജ് നമ്പർ ഞാൻ പറയാം. ഇനി പേജ് നമ്പർ നിങ്ങൾ നോക്കേണ്ടത് പേജ് നമ്പർ 212. പേജ് നമ്പർ 212. ഓപ്ഷണൽ മൊഡ്യൂൾ 32A 212 എടുക്കാം. ഈ ടെസ്റ്റില്, നമ്മുടെ ഈ ടെസ്റ്റില് നിങ്ങൾ എടുക്കേണ്ടത് 216 അല്ല 116. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. 116 കാണുന്നുണ്ടോ സ്ക്രീൻ? ഇതാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റാറ്റസ് ഓഫ് വുമൺ, സ്ത്രീകളുടെ പദവി എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. സ്ത്രീകളുടെ പദവി പുരാതന കാലം മുതൽക്കേ സ്ത്രീകളുടെ പദവി എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ പുരാതന കാലത്തെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടോ? വേദകാലഘട്ടം, ദ പീരീഡ് ഓഫ് എപ്പിക്സ്, ദ പീരീഡ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം, ദ ഏജ് ഓഫ് ധർമ്മശാസ്ത്ര. ഇങ്ങനെ 4 കാലഘട്ടങ്ങളായിട്ട് പുരാതന കാലഘട്ടത്തെ തിരിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്കൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും വേദകാലഘട്ടം എന്നാണ് ആരംഭിക്കുന്നത്. വേദകാലഘട്ടം ആരംഭിക്കുന്നത് 1500 തൊട്ട് 1000 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ വേദ കാലഘട്ടം, ഏർലി വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് ഋഗ്വേദിക് കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത്. ഋഗ്വേദ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയാണെന്നാണ്. സ്ത്രീകളുടെ പദവിയിൽ ടോട്ടലി ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, തുല്യതയാണ്. അവർ സമത്വമുള്ള ഒരു സമൂഹമായിരുന്നു ഏത് വേദ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ. അവിടെ താഴ്ന്നതാണ്, അടിമകളായിട്ടൊന്നും സ്ത്രീകളെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ടോട്ടൽ ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, വനിതകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമായിരുന്നു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് അവർ എടുത്തു പറയുന്നത് സ്ത്രീകൾക്ക് മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ സ്വന്തം പാർട്ട്ണറെ, പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് മാരേജ് ഇസ് നോട്ട് കമ്പൽസറി. അന്ന് കാലത്ത് വിവാഹം എന്ന് പറയുന്നത് എന്ത് നിർബന്ധപൂർവം ഉണ്ടായിരുന്നില്ല. ചൈൽഡ് മാരേജ്, അതായത് ഏർലി ഏജിലൊന്നും അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേദങ്ങൾ പഠിക്കാൻ ആർക്ക് അവകാശം ഉണ്ടായിരുന്നു? സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം വിദ്യാഭ്യാസവും ആർക്ക് ലഭിച്ചിരുന്നു? സ്ത്രീകൾക്ക് അന്ന് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പാട്രിയാർക്കൽ സൊസൈറ്റി ആണെങ്കിൽ പോലും ഏത് അവിടെ ഈക്വൽ കൺസിഡറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പോളിഗമി, ബഹുഭാര്യത്വം അവിടെ വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വിധവകൾക്ക് പുനർവിവാഹവും ഉണ്ടായിരുന്നു. പുനർവിവാഹം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏത് ബ്രദറിന്റെ അനിയനോ അല്ലെങ്കിൽ സഹോദരന്മാരെ വിവാഹം കഴിക്കാം. അപ്പൊ വിധവകൾക്ക് പുനർവിവാഹവും അന്ന് ഉണ്ടായിരുന്നു. മൊത്തത്തില് വേദകാലഘട്ടം എടുത്തു പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു ലിബറൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നു. ദേ ലീവ്ഡ് ഇൻ ലിബറൽ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്നാണ്. അപ്പൊ വേദകാലഘട്ടം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് എപ്പിക്സ്. പീരീഡ് ഓഫ് എപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് എപ്പിക്സുകളാണ് നമുക്കുള്ളത്. ഏത് ഇതിഹാസങ്ങൾ? രണ്ട് ഇതിഹാസങ്ങൾ ഏതാണ് നമ്മുടെ? രണ്ട് ഇതിഹാസങ്ങൾ അതെ, രാമായണവും മഹാഭാരതം. അത് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് BC 12ാം നൂറ്റാണ്ട് തൊട്ട് 5ാം നൂറ്റാണ്ട്, BC 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് രാമായണവും മഹാഭാരതവും എഴുതപ്പെട്ടിരുന്നത് കരുതപ്പെടുന്നത്. ഈ രാമായണവും മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രാമായണത്തിൽ പ്രധാനപ്പെട്ട സ്റ്റോറി, അതിന്റെ കഥ നിയന്ത്രിച്ചു കൊണ്ടുവരും. കഥ ഉണ്ടായത് തന്നെ രാമനും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ അവിടെ സീതയാണ് എടുത്തു പറയുന്നത്, അല്ലെ? സീതയെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ് നമ്മള് യുദ്ധം തന്നെ ഉണ്ടായത്. അപ്പൊ സീത എന്ന് പറയുന്നത് അന്ന് കാലത്ത് സീത എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഐഡിയൽ വുമൺ എന്നാണ് പറയുന്നത്. ഒരു ഹിന്ദു പൈതൃകത്തിന്റെ ഒരു അതായത് ആ ഒരു ഹിന്ദുയിസത്തിന്റെ ഒരു പൈതൃകമായിട്ട് ഭാഗമായിട്ടാണ് സീതയെ കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ മഹാഭാരതം എടുത്താലും അവിടെ ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രാഭേഷം അപമാനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ മഹാഭാരത യുദ്ധവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അവിടുത്തെ ദ്രൗപദി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ആൻഡ് കറേജ് വുമൺ എന്നായിട്ട് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ആ രണ്ട് എത്തിക്സുകളിലും സ്ത്രീകൾക്കും നല്ലൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നത്. അപ്പൊ മൊത്തത്തിൽ ആ ഒരു കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് നല്ലൊരു ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ സ്ത്രീകളെ നല്ല രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ദെൻ പിന്നെ എപ്പോഴാണ് സ്ത്രീകളുടെ സ്ഥാനം ഇല്ലാതായി പോയത്, സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള എന്ന് കരുതപ്പെടുന്നത് എന്ന് നോക്കാം. അത് ഏജ് ഓഫ് ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞ കാര്യത്തിലാണ്. ഏജ് ഓഫ് ധർമ്മശാസ്ത്രയുടെ കാലത്താണ്. ധർമ്മശാസ്ത്രങ്ങൾ നമുക്ക് ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്ട് ആണ്, ലോങ് ബുക്കുകളാണ് കേട്ടോ. കോഡ് ഓഫ് കോണ്ടാക്ട്സ്, അതായത് ലോങ് ബുക്കുകളെയാണ്, നിയമപുസ്തകങ്ങൾ എഴുതുന്നതിനെയാണ് ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ധർമ്മശാസ്ത്ര ബുക്ക് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ഉള്ളത്, മനുസ്മൃതിയും യാഗവാക്യ സ്മൃതി. ഇത് നിങ്ങളുടെ ഗൈഡില് ഇല്ല കേട്ടോ, ഗൈഡിൽ ഇല്ല. 119ാമത്തെ പേജിൽ ഏജ് ഓഫ് ധർമ്മശാസ്ത്ര നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റിലുണ്ട്. അതൊന്നും അടയാളപ്പെടുത്തി വെച്ചോട്ടെ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം. രണ്ട് ധർമ്മശാസ്ത്രങ്ങൾ ഏതാണെന്ന്? മനുസ്മൃതിയും യാഗവാക്യ സ്മൃതിയും. യാഗവാക്യ ഈ രണ്ട് പുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ത്രീ വളരെ ഇൻഫീരിയർ ആണ്, താഴ്ന്നപ്പെട്ട അടിമയായിട്ടുള്ളൊരു ഇതിലേക്ക് അവളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. സ്ത്രീ അവളെ താഴെ തട്ടിലേക്ക്, ഒരു ഫ്രീഡവും ഇല്ലാതെ അവൾ അമർത്തുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയുന്നത് മനുസ്മൃതിയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. മനുവിന്റെ മനുസ്മൃതി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് മനുവാണ്. അപ്പൊ മനുവിന്റെ വ്യൂ പോയിന്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, വുമൺ ഇൻ ഹിയർ ചൈൽഡ്ഹുഡ് is depend on her father, in her youth on her husband,
in her old age he depend on her son എന്ന്. അതായത് മനു പറയാണ് ഒരു സ്ത്രീ അവളുടെ ബാല്യകാലത്ത് അവളുടെ അച്ഛനെ അവൾ ആശ്രയിക്കുന്നു, അവളുടെ യൗവനകാലത്ത് അവളുടെ ഭർത്താവിനെ അവൾ ആശ്രയിക്കുന്നു, അവൾ വാർദ്ധക്യകാലത്ത് അവളുടെ മകനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, അവൾ എപ്പോഴും ഡിപ്പെൻഡ് ആണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്ത്രീയെ താഴ്ത്തി കൊണ്ടുവരാണ്. ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ കാലം തൊട്ട് BC 500 എന്നാണ് പറയുന്നത്, 500 തൊട്ട് 200 ആ കാലം തൊട്ട് സ്ത്രീയെ ഇൻഫീരിയർ ആയിട്ട് ഒരു ഫ്രീഡം അത്ര കൊടുക്കാണ്ട് താഴെ തട്ടിലേക്ക് ഒതുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ ആ കാലഘട്ടത്തിലാണ് ഏത് സമ്പ്രദായം ആരംഭിക്കുന്നത്? സതി എന്ന് പറഞ്ഞ സമ്പ്രദായം, ചൈൽഡ് മാരേജ് ആരംഭിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീയുടെ സ്ഥാനം വളരെ മോശമാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കില്ലിംഗ് ദയർ ഫീമെയിൽ ഇൻഫന്റ്, ചെറിയ പെൺകുട്ടികളെ അല്ലെങ്കിൽ ശിശു ഹത്യകൾ നടത്തുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് ഒരു ഇൽ ട്രീറ്റ്മെന്റ്, അവളെ വളരെ മോശമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ആദ്യ കാലഘട്ടത്തില് വേദകാലഘട്ടത്തിലൊക്കെ ലിബറൽ ആയിട്ട് വന്ന് അവസാനം BC 500 തൊട്ട് 200 കാലഘട്ടമായപ്പോൾ ധർമ്മശാസ്ത്രയുടെ കാലഘട്ടം ആയപ്പോഴേക്കും സ്ത്രീയുടെ സ്ഥാനം വളരെ മോശമായി എന്നാണ് പറയുന്നത്. ഇനി എടുത്ത് പിന്നെ പറയേണ്ട ഏജ് എന്ന് പറയുന്നത് മിഡീവൽ ഏജ് ആണ്. മിഡീവൽ ഏജ് എന്തായാലും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മിഡീവൽ ഏജിലും സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും അല്ലെ. ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു. പർദ സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ സാധനം വളരെ കോമൺ ആയി, സ്ത്രീകളെ പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഇതായി. പിന്നെ പോളിഗമി കൂടുതലായി, ബഹുഭാര്യത്വം വളരെ അധികം കൂടുതലാവാൻ ഈ ഒരു കാലഘട്ടത്താണ്, മിഡീവൽ കാലഘട്ടത്തിലാണ്. പിന്നെന്താ, സതിയും ചൈൽഡ് മാരേജും ഒന്നും അന്ന് നിർത്തലായി അതൊക്കെ കൂടെയായിരുന്നു മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി സ്ത്രീകളുടെ സ്ഥാനം ഇത്രയും കൂടി മെച്ചപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നത് മോഡേൺ പീരീഡിലാണ്. ഈ മോഡേൺ പീരീഡില് നിങ്ങൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പേജ് നമ്പർ 121, അതായത് ഗൈഡിലല്ല മലയാളം ടെസ്റ്റില് ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. കാരണം എക്സാമിന് വൺ വേർഡുകളായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം മിസ്. അത് ഈ പേജ് നമ്പർ 121. അതായത് എന്നാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നത്? ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നത് 1600 AD കേട്ടോ. ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വന്നത്, ദ ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ ഇൻ 1600 AD കാലഘട്ടത്തിലാണ് വന്നത്. ഈ കാലഘട്ടത്തെ അതായത് മോഡേൺ ഏജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് പീരീഡ് ആൻഡ് പീരീഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഒന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, അതുപോലെ തന്നെ പീരീഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാലഘട്ടം. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ മിസ് പറയാൻ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റിലാണ് കൂടുതൽ അടയാളപ്പെടുത്തേണ്ടത്. ബ്രിട്ടീഷുകാരുടെ ആഗമനം കൊണ്ട് കുറെ ദുഷ്ടകാര്യങ്ങൾ നടന്നെങ്കിലും ഇന്ത്യയിലെ വുമൺസിന് ഒരു പുരോഗമനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പഠിക്കാനാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അബോളിഷ് ദി സതി. 1829 സതി നിർത്തലാക്കി. വില്യം ബെൻഡിക്, രാജാറാം മോഹൻ റായുടെ സഹായത്തോടെ വില്യം ബെൻഡിക് 1829 സതി ബാൻ ചെയ്തു. അതവിടെ ടെസ്റ്റിലുണ്ട്, ഒന്ന് അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ നടത്തിയിട്ടുള്ളതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ സഹായത്തോടെ വിഡോ റീമാരേജ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അത് നെക്സ്റ്റ് പേജിലുണ്ട്, 122ാമത്തെ പേജിലുണ്ട് കേട്ടോ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ സഹായത്തോടെ 1856 വിധവകൾക്ക് പുനർവിവാഹം നടപ്പിലാക്കി. അത് ബ്രിട്ടീഷുകാരുടെ ഒരു സഹായത്തോടെ ചെയ്തതാണ് കേട്ടോ. വിഡോ റീമാരേജ് ആക്ട് ഓഫ് 1856. ആരാണ് അതിൽ പ്രയത്നിച്ച ആള് എന്ന് ചോദിച്ചാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദെൻ പിന്നെ ജ്യോതിബ ഫൂലെ എന്ന് പറഞ്ഞ ആള് പെൺകുട്ടികൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 1848 ആദ്യമായി
ഗേൾസുകൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. അതുപോലെ തന്നെ 1852 ദളിത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. ജ്യോതിബ ഫൂലെയാണ് അത് ആരംഭിച്ചത്. പിന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ എന്ത് കൊണ്ടുവന്നു? 1929 ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട് കൊണ്ടുവന്നു. അത് ഹർബിൽദാസ് സർദാറിന്റെ സഹായത്തോടെയാണ് കൊണ്ടുവന്നത്. ഹർബിൽദാസ് സർദാർ. അതുകൊണ്ട് ഈ ആക്ടിനെ സർദാർ ആക്ട് എന്നും കൂടി അറിയപ്പെടാറുണ്ട് കേട്ടോ. ഈ സമയത്ത് സ്ത്രീകളുടെ വിവാഹപ്രായം 14 പുരുഷന്റെ വിവാഹപ്രായം 18 ആക്കിയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തില് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കണം. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഈ ആ പീരീഡ് കഴിഞ്ഞ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതോടുകൂടി പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് നിയമങ്ങളിലൂടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അത് ഈ ആക്ടുകളൊക്കെ നല്ലവണ്ണം പഠിക്കാട്ടോ. ദ ഹിന്ദു മാരേജ് ആക്ട് 1955, ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956, ദ ഡൗറി പ്രൊഹിബിറ്റേഷൻ ആക്ട് 1961, the Maternity Benefit Act 1961, then the Equal Remuneration Act 1976, then Indecent Representation of Women Act 1986. ഇതൊക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള, അതായത് ഈ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ഇതൊക്കെ ഈ സ്ത്രീകൾക്ക് ഈ അടിച്ചമർത്തലിൽ നിന്നൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കാം. ഞാൻ ഈ ടെസ്റ്റിൽ നിങ്ങളുടെ മലയാളം ഗൈഡിൽ ഏതൊക്കെയാണെന്ന് പറയാം. എന്താണ്? പറഞ്ഞോളൂ, ചോദിച്ചോളൂ. റഹ്മത്തിന് എന്താ ചോദിക്കാനുള്ളത്? മിസ് എന്ന് മാത്രം ഇട്ടുള്ളൂ. നല്ല മഴയായതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ആർക്കും. എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ്. എല്ലാരും ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? ഒന്ന് കാണട്ടെ, ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. മൈക്ക് ഓൺ ചെയ്യോ? Ma'am, I am on traveling. I am listening your class in the bus. That is why I could have. Hello. കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയണതൊന്നും കറക്റ്റ് ആയിട്ട്? Of course, I am listening that. But that's okay. ഇവിടെ നല്ല മഴയാണ്, കാറ്റും മഴയാണ്. അപ്പൊ ഇപ്പൊ നല്ല കാറ്റാവും. ഒന്നും ഈ പറഞ്ഞതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താൻ. ഓക്കെ, അപ്പൊ ഞാൻ ഗൈഡില് അടയാളപ്പെടുത്താനുള്ള കാര്യങ്ങൾ പറയാം. ഏതൊക്കെയാണ് ഗൈഡില് അടയാളപ്പെടുത്തേണ്ടത്? 212 ഗൈഡ് ഇതാണ്. 212 പേജില് 5-ാമത്തെ ചോദ്യം. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹമാണ് ഏത് വിധവകൾക്ക് വേണ്ടിയിട്ട് പുനർവിവാഹം നടത്തിയത്. ആ ഒരു ചോദ്യം പഠിക്കാം. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 217-ാമത്തെ പേജിലെ 11-ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ എന്നാണ് കേട്ടോ അത് വേണ്ടേ. എക്സ്പ്ലെയിൻ ദി മെയിൻ ഫ്യൂച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ് എന്ന് തൊട്ടിട്ട് പഠിക്കാം. 217-ാമത്തെ ചോദ്യം. ഇത് എക്സാമിന് ചോദിക്കണം, ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കണം കണ്ടതാ. പിന്നെ ഇതിന്റെ 1 വേർഡ് ടെസ്റ്റിൽ നിങ്ങൾ നോക്കുക കൂടുതലായിട്ട് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും കൂടി പറയാം. 212-ാമത്തെ പേജിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻ. 212-ാമത്തെ പേജിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഫോർ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വുമൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ചോദ്യം. അതുപോലെ തന്നെ 217-ാമത്തെ പേജിലെ 11-ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദി മെയിൻ ഫ്യൂച്ചേഴ്സ് ഓഫ് സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ 1 വേർഡുകളായിട്ടുള്ള രീതിയിൽ കൂടുതൽ പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററും കൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബുക്കിന്റെ ഫുൾ ഭാഗമായി. പിന്നെ ഒരു 4 ചാപ്റ്റർ ആണ് കൂടുതൽ എടുക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് എടുക്കാൻ പോണത് ഈ ഗ്ലോസറിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കാൻ പോണം. 33-ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി.
നിങ്ങളുടെ മലയാളം ഗൈഡിലാണെങ്കിൽ മലയാളം ഗൈഡിൽ 218 പേജ് തൊട്ടുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി. ഇതില് ഞാൻ പറയണത് ഏറ്റവും കൂടുതൽ നമ്മളോട് ആവർത്തിച്ച് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ്. ഇവിടെ അത് വൺ വേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജെൻഡർ ആൻഡ് സെക്സ്. ഇത് രണ്ടും ലിംഗം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഇത് എങ്ങനെയാണ് തിരിച്ചേക്കുന്നത്, ജെൻഡർ ആൻഡ് സെക്സ് എങ്ങനെയാണ് തിരിച്ചേക്കുന്നത് എന്നാണ് പറയുന്നത്. Gender and the differentiate between men and women are created by society. സമൂഹമാണ് ഇത് സ്ത്രീ ആണ് പുരുഷനാണ് എന്ന് തിരിക്കുന്നത്. സമൂഹമാണ് ഇത് സ്ത്രീയാണ് ഇത് പുരുഷനാണ് എന്ന് തിരിക്കുന്നതിനെയാണ് നമ്മൾ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം, നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. നമുക്കറിയാം ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കളിപ്പാട്ടങ്ങളായിരിക്കും മേടിച്ചു കൊടുക്കുക? ആൺകുട്ടിയാണെങ്കിൽ എന്തൊക്കെ കളിപ്പാട്ടം നമ്മൾ മേടിച്ചു കൊടുക്കും? നിങ്ങൾ എന്നൊന്നും പറഞ്ഞേക്കും. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണ്. നമ്മൾ ഒരു ബോയ് ആണെങ്കിൽ എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ? കാറ്, തോക്ക്, അല്ലെ വണ്ടി, അല്ലെ അങ്ങനത്തെ ടോയ്സുകളായിരിക്കും മേടിച്ചു കൊടുക്കും. ഒരു പെൺകുട്ടിയാണെങ്കിലോ പാവകള്, പാവകള് അല്ലെ, ടെഡി ബെയർ. ഈവൻ നിങ്ങൾ ആ ഡ്രസ് തന്നെ എടുത്തോ, ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവനെന്ത് പാന്റോ അല്ലെങ്കിൽ ഷർട്ടോ ബനിയനോ അങ്ങനത്തെ കാര്യങ്ങൾ. പെൺകുട്ടികളാകുമ്പോൾ ഫ്രോക്ക്, സ്കേർട്ട് ഇതൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത്. ഇതെന്താണ് സമൂഹം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ആവണം, ഇതേപോലെ വസ്ത്രധാരണം ഇതേപോലെയാണ് ചെയ്യേണ്ടത്, പെൺകുട്ടിയാവുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ സമൂഹമാണ് സ്ത്രീയെയും പുരുഷനും വേർതിരിച്ച് വെക്കുന്നതിനെ അതിന് ജെൻഡർ എന്നും, സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. നമുക്കറിയാം ജീവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ജൈവശാസ്ത്രപരമായിട്ട് സ്ത്രീക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ട്, പുരുഷന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെ? അവർ രണ്ടായാലും വേർതിരിക്കാൻ അവരുടെ ശാരീരിക രൂപം അനുസരിച്ച് സ്ത്രീയുടെയും പുരുഷന്റെയും മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ അങ്ങനെ തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് സെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 220 പേജിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഗൈഡില് 220 പേജിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുന്നുണ്ട്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യം നല്ലവണ്ണം പഠിക്കാം കേട്ടോ. ഇത് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കേണ്ടത് എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് മെൻ ആൻഡ് വുമൺ. അതായത് സ്ത്രീക്കും പുരുഷനും ലിംഗപരമായിട്ടുള്ള ഒരു വിവേചനമാണ്. അതായത് സ്ത്രീക്ക് വേറെ ട്രീറ്റ്മെന്റ്, പുരുഷന് വേറെ ട്രീറ്റ്മെന്റ്. അതായത് നമുക്കറിയാം പുരുഷനും സ്ത്രീക്കും ഒരേപോലെയല്ല എല്ലാ സ്ഥലങ്ങളിലും പരിഗണന ലഭിക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള പരിഗണനയാണ് എല്ലാ സ്ഥാപനങ്ങളിലും. അതായത് നമുക്കറിയാം കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ഉണ്ടാവും. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെ വ്യത്യസ്ത രീതിയിലാണ് സ്ത്രീയും പുരുഷനെയും കണക്കാക്കുന്നത്. അങ്ങനെ പെരുമാറുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാണ്ട് പോണത് ജെൻഡർ ഈക്വാലിറ്റി എന്താണെന്ന് പഠിക്കണം. ഇതിലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം. അതായത് രണ്ട് വ്യക്തിത്വങ്ങളാണെങ്കിൽ പോലും അവരെ ഒരേപോലെ കണക്കാക്കുകയും ചെയ്യാം. അക്കോർഡിംഗ് ടു അതായത് ഇത് ഒരു കണ്ടീഷനാണ് ഇൻ വിച്ച് മെൻ ആൻഡ് വുമൺ റിസീവ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഇൻ ഓൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്ത്രീക്കും പുരുഷനും ഒരേപോലെ പെരുമാറ്റം കിട്ടുക. അതിനെയാണ് നമ്മൾ ജെൻഡർ ഈക്വാളിറ്റി, ലിംഗസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും നമ്മളോട് ചോദിക്കാറുണ്ട്. ലിംഗസമത്വം 220 പേജിൽ 6ാമത്തെ ചോദ്യമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഫെമിനിസം. എന്താണ് ഫെമിനിസം? അതും അവിടെ കിടക്കുന്നുണ്ട്. ഫെമിനിസം എന്നതുകൊണ്ട് പറയുന്നത് an ideology which recognize the extent of gender inequality and protest against the same. അതായത് ഫെമിനിസം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീ പക്ഷവാദം എന്നാണ്. അതെന്താ സ്ത്രീ പക്ഷവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീയെ അടിച്ചമർത്തപ്പെടുകയോ അവളെ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്ക് അസമത്വം നേരിടുകയോ അവിടെ നിന്ന് അവളെ ആരാണോ
മോചിപ്പിക്കണം. ഏത് ആളാണ് മുൻകൈ എടുത്ത് ആഹ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തെയാണ് നമ്മൾ എന്ത് ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ ആയാം ഒരു പുരുഷനാവാം അവളെ അവിടെ നിന്ന് രക്ഷിച്ച് ചെയ്യുന്നത്, അവൾക്ക് വേണ്ടി വാദിക്കുന്നത്, അവരെ നമ്മൾ ആ പ്രത്യയ ശാസ്ത്രത്തെയാണ് നമ്മൾ എന്ത് ഫെമിനിസം എന്നതുകൊണ്ട് പറയുന്നത്. സ്ത്രീപക്ഷവാദം എന്നത് പറയുന്നത്. അതും 220 പേജിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അതും നല്ലവണ്ണം നോക്കുക. ഇതൊക്കെ വൺ വേർഡുകളായിട്ട്, വൺ സെന്റൻസുകളായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ജെൻഡർ, സെക്സ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഫെമിനിസം, ജെൻഡർ ഈക്വാലിറ്റി, ഈ വേർഡുകളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു വേർഡും കൂടി ഇതിൽ ചോദിക്കാറുണ്ട്. എന്താണ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ? 4ാമത്തെ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് റോൾ ബേസ്ഡ് ഓൺ സ്റ്റെപ്പ്. അതായത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലികളെല്ലാം ഡിവൈഡ് ചെയ്യാം, വിവിധ തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടെസ്റ്റില് മലയാളം ഗേഡില് 219 പേജില് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട്, കുടുംബം, മതം, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ളൊരു ഇതിലാണ്. അവിടെ നമുക്കറിയാം സ്ത്രീക്കും പുരുഷനും ഒരേപോലെയല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത്, അതായത് ഒരേപോലെയല്ല പരിഗണന ലഭിക്കുന്നത്, വ്യത്യസ്ത പരിഗണനകളാണ് ലഭിക്കുന്നത്. ആ പരിഗണന ലഭിക്കുന്ന ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ നിന്നും ഈക്വൽ ആയിട്ടല്ല നമ്മൾ ആരും കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം സ്ത്രീകൾ എന്തായിരിക്കും, സ്ത്രീകള് വീടുകളിൽ, അതായത് അവരുടെ സ്വന്തം വീടുകളിൽ ജോലി എടുക്കുകയും പുരുഷന്മാര് പുറത്തുപോയി പണിയെടുക്കുകയും, ഈ ഒരു കൺസെപ്റ്റ് പല തലമുറകളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. ഇതിനെയാണ് നമ്മൾ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതായത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് റോൾ ഇൻ ദ ഫാമിലി ബേസ്ഡ് ഓൺ സെക്സ് ഈസ് കോൾഡ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ. ഈവൻ നമുക്കറിയാം സ്ത്രീകളൊക്കെ ഹോമില് വീട് പണികളൊക്കെ ചെയ്യുമ്പോൾ പുരുഷന്മാരെല്ലാരും വീടിന് പുറത്തു പോയിട്ടാണ് ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും നമുക്കറിയാം എല്ലാവരും ഒരേപോലെയല്ല വീടുകളിൽ കാണുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഈവൻ ഞാനാണെങ്കിൽ പോലും ചില സമയത്ത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് മക്കളൊക്കെ ഉണ്ട്. എന്റെ മകൻ ഒരു 10 മണി കഴിഞ്ഞിട്ട് പുറത്തു പോകണമെന്ന് ചോദിച്ചാൽ അപ്പൊ പോളാൻ ഞാൻ പറയാറൊക്കെ. പക്ഷെ അത് എന്റെ മകളാണെന്ന് ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ പുറത്തേക്ക് വിടില്ല. പേടി കൊണ്ടാണ്, അല്ലെ? എല്ലാം എന്തുകൊണ്ടാണ്? അതെന്താണ് ആ രണ്ട് സ്വഭാവം അവിടെ കാണിക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. വീടുകളിൽ നമ്മൾ ആ പണി ചെയ്യുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ കാണുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ അവർ പെരുമാറുകയാണെങ്കിൽ അതിന് നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. പല രീതികളിലും ഇപ്പൊ നമുക്കറിയാം എന്തു കാര്യമാണെങ്കിലും കുട്ടികളിൽ നിന്നല്ല, പല സാഹചര്യങ്ങളിലും നമ്മളും അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഇൻഫീരിയർ ആയിട്ടായിരിക്കും. വീടുകളിൽ എല്ലാവരും ഇത്തിരി സുപ്പീരിയർ പവർ കൂടുതൽ അത് ഫീമെയിൽ ഹെഡിനായിട്ട് മെയിൽ ഹെഡിനായിരിക്കും, പുരുഷന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മേധാവിത്വം. അങ്ങനെ വീടുകളിലാണ് ആദ്യം അല്ലെങ്കിൽ കുടുംബങ്ങളിലാണ് ആദ്യം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവണമെന്നാണ് പറയണത്, അല്ലെ? നമുക്കത് അങ്ങനെ പറയാൻ പറ്റൂലേ? ലിംഗ വിവേചനം ആരംഭിക്കുന്നത് വീടുകളിലാണ് എന്ന്, അല്ലേ? പറയാം. അതെ, ആണോ? അടുത്ത എന്ന് പറയുന്നത് മതമാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന ഒരു സ്ഥലമായിട്ട് പറയണത്. നമുക്കറിയാം പല മതത്തിലും, ഈവൻ ഹിന്ദുയിസം എന്ന് പറഞ്ഞ മതം എടുത്താൽ അവിടെ കാണാം കുറേ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സതി എന്ന് പറഞ്ഞ സമ്പ്രദായം തന്നെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ഒരു ഉദാഹരണമാണ് ഹിന്ദുയിസത്തില്. സ്ത്രീകളെ ചില പൂജാകർമ്മങ്ങളിലൊന്നും പെർഫോം ചെയ്യാൻ അനുവദിക്കില്ല, അതും കാണാം. പിന്നെ ചില അമ്പലങ്ങളിലും ഇപ്പോഴും സതിയൊക്കെ നിർത്തലാക്കി മോഡേൺ ആയിട്ട് നമ്മൾ വന്നു. ഇപ്പോഴും നമുക്കറിയാം ചില അമ്പലങ്ങളിലും സ്ത്രീകളെ കേൾക്കില്ല, അല്ലെ? അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാലും ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാണ്. ഈവൻ മുസ്ലിം പള്ളികളിൽ പോലും
സ്ത്രീകളെ കേട്ടില്ല. അപ്പൊ മതം പല സമയങ്ങളിൽ നമ്മൾ എന്ത് ഇൽ ട്രീറ്റ്മെന്റ് ആണ്. വുമണും സ്ത്രീക്കും ഒരേപോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന രണ്ടാമത്തെ ഒരു സ്ഥാപനമായിട്ടും മതത്തെയാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും സ്ത്രീകളെ പുറന്തള്ളാറുണ്ട്. പല മേഖലകളിൽ നിന്നും സ്ത്രീകളെ നെഗറ്റീവ് ഇമേജ് ആയിട്ടാണ് കണക്കാക്കപ്പെടാറ് അല്ലെ. ചിലത് പഠിക്കാൻ പോകുമ്പോഴൊന്നും സ്ത്രീകൾക്ക് ഈവൻ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ വിദ്യാഭ്യാസം ലഭിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ ഒന്നും സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ പോലും വിടില്ല. അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി അല്ലെ, ബേട്ടി പഠോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. അതായത് സ്ത്രീകളെ, പെൺകുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന് പോലും സ്ത്രീകളെ അനുവദിക്കാറില്ല എന്നാണ് പറയുന്നത്. അത് 1989 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആക്ട്, പൊളിറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എഡ്യൂക്കേഷൻ ആക്ട് എന്നാ കൊണ്ടുവന്നേ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെ. ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് മാറ്റി കുട്ടികളുടെ. എന്നാണ് അത് നിലവിൽ വന്നത്? ഏത് ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞാലും മതി എനിക്ക്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഏത് ആക്ട് ആണത്? അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ട് ആട്ടാ. നമുക്കും പഠിക്കണം, പൊളിറ്റിക്സിലും പഠിക്കണം നിങ്ങൾ. ആക്ട് എന്താണ്? ആക്ടിൽ പറയണത് നിർബന്ധമായും അല്ലെ സൗജന്യമായും വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞ് ആക്ട് കൊടുന്നു. ആക്ട് എത്രയാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത്. അതൊക്കെ പഠിക്കാനുള്ളതല്ലേ പൊളിറ്റിക്സിൽ. അത് മോർ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹിസ്റ്ററിയിൽ അല്ല, സോഷ്യോളജിക്കും അത് ഇമ്പോർട്ടന്റ് ആണ്. ആരും ഒന്നും പറയാത്ത എന്താ? ഇത് കേൾക്കണില്ലേ? അറിയില്ല ആർക്കും? ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആക്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അത് ഈക്വൽ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ദെൻ എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്താറുണ്ട്. അത് നമുക്കറിയാം. തുല്യ വേതനം എല്ലാ ജോലിക്കും എല്ലാവർക്കും കൊടുക്കുവാറ് ഇല്ല. അവിടെയും നമ്മൾക്ക് തരംതിരിവ് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ മേധാവിത്വം കൂടുതൽ അല്ലെ. പൊളിറ്റിക്കൽ ഫീൽഡ്, ഇനി പൊളിറ്റിക്സ് എടുത്താലും നമുക്ക് കാണാൻ പറ്റും മേധാവിത്വം പുരുഷന്മാർക്കായിരുന്നു. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് 73 and 74 അമെന്റ്മെന്റ് പ്രകാരം ലോക്കൽ ഗവൺമെന്റിൽ 1/3 റെപ്രസെന്റേഷൻ ആരായിരിക്കണം? സ്ത്രീകളായിരിക്കണം. 1/3 ഭാഗം സ്ത്രീകൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമുക്ക് വനിതാ വാർഡ് ഒക്കെ വന്നിട്ട് ഇപ്പൊ റെപ്രസെന്റേഷൻ കൂടുതൽ വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിലും അല്ലെ വുമൺ റിസർവേഷൻ ബിൽ പ്രകാരമാണ് ഇന്ത്യൻ പാർലമെന്റിലും ഗിനിഷ സിബി എന്നിട്ട് പറഞ്ഞേ വുമൺ പാർലമെന്റും നമ്മുടെ അവിടെ പാർലമെന്റിൽ 1/3 റെപ്രസെന്റേഷൻ കൊണ്ടുവരണമെന്ന് വന്നത്. ഇത്രയാണ് ഈ ഒരു അധ്യായം ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഒന്ന് ടിക്ക് ഇടാനുള്ള കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ഗൈഡിൽ കേട്ടോ. 219 പേജിൽ ആ 4ാമത്തെ ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് വായിച്ചു പോവാട്ടോ. അതിലെ കുടുംബം വേണമെങ്കിൽ ഒന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. ഒരു കുഞ്ഞ് എസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ 220 പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫെമിനിസം, വാട്ട് ഈസ് എ ജെൻഡർ ഇക്വാലിറ്റി. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ, അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം. ഇത്രയും മതി ഈ ഒരു അധ്യായം. അവസാനം 222 പേജിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് യു മീൻ ബൈ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഓപ്ഷണൽ മൊഡ്യൂൾ ഉള്ളത്. ഈ ഓപ്ഷണൽ മൊഡ്യൂൾ കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം വരുമ്പോൾ 15 മാർക്ക് അവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എടുത്തത്. ക്ലിയർ ആയോ? ഇത്രയാണ് ഓപ്ഷണൽ മൊഡ്യൂൾ. ഈ 2 ചാപ്റ്റർ ആണ് ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. നിങ്ങൾ 1 വേർഡുകളൊക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ലീവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലീവ് ചെയ്യാം. അവിടെ സംശയമുള്ള ആൾക്കാർ ഇവിടെ നിൽക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. സംശയമുള്ളവർക്ക് നിൽക്കാം. സംശയം ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഏതെങ്കിലും കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ സംശയമൊന്നുമില്ല. എക്സാം കേട്ടില്ല ശ്രീജ, ഉറക്കെ പറയൂ. എക്സാം എത്ര മണിക്കായിരിക്കും മിസ്സേ? അത് കറക്റ്റ് ആയിട്ട് അറിയില്ല. കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും നമ്മള്. കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 10 മണി വരെ സമയമുണ്ട് തോന്നുന്നു. രാത്രി 10 മണിക്ക് വരെ സമയമുണ്ട്. അപ്പോഴെങ്കിലും നിങ്ങൾ എഴുതിയിട്ടാ മതി. ആ എനിക്ക് ഈവൻ നിങ്ങൾ പഠിച്ച് എഴുതി കാണാപ്പാഠം എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. ടെസ്റ്റിൽ കണ്ടുപിടിച്ച് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ പ്ലേസ് എവിടെയാന്ന് കണ്ട് അറിഞ്ഞിരിക്കാം. ഞാൻ കാണാപ്പാഠം പഠിച്ച് എഴുതണമെന്നൊന്നും പറയുന്നില്ല. എല്ലാ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുന്ന നോക്കി എഴുതിക്കോ, കുഴപ്പമില്ല. ഷാർപ്പ് 2 മണിക്കൂർ വെക്കാം. 2 മണിക്കൂർ ഉള്ളിട്ട് നമ്മുടെ എക്സാം 2.5 മണിക്കൂറേ ഉള്ളൂ. ആ ടൈം സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ ടെസ്റ്റ് തുറന്നു വെച്ച് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. അധികം ലോങ് ആയിട്ട് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒന്നും എഴുതേണ്ട. ഒരു സെന്റൻസ് ഒക്കെ എഴുതിയാൽ മതി. എല്ലാം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ. ഇനി ആർക്കെങ്കിലും ഉണ്ട് സംശയം? നമുക്ക് ലീവ് ചെയ്താലോ? ഓക്കെ.